മുഴുവൻ അഭിനയോ? എന്തിന്? അമ്മയ്ക്ക് സുഖമില്ലാന്നും പറഞ്ഞ് എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തണമെങ്കിൽ അതിലെന്തോ ഉദ്ദേശമുണ്ട്. അതില് സംശയം വേണ്ട. എന്തുദ്ദേശം? തൽക്കാലം എന്റെ തലയിലൊന്നും വരുന്നില്ല. നിധിയും ഇങ്ങനെ ചേർന്നുള്ള പ്ലാനിങ് ഇത്. എനിക്കെന്തോ പണി തരാൻ വേണ്ടിയാ എന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഹലോ ആന്റി. ആ, ആന്റി ഇപ്പൊ വീട്ടിലെത്തിയതേ ഉള്ളോ? എന്തു പറ്റി? ഓട്ടോ കിട്ടിയില്ലേ? ഒരു ഐഡിയ ഇല്ല ആന്റി. പക്ഷേ അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ ആന്റി, ഇന്ന് മൊത്തം അലച്ചിലല്ലായിരുന്നോ? ക്ഷീണം കാണും. ഒന്ന് കുളിച്ച് ഭക്ഷണവും മരുന്നും ഒക്കെ കഴിച്ച് നേരത്തെ കിടന്നുറങ്ങ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരി ആന്റി. ആ അമ്മേ, വസുന്ധര ആന്റി. അവൾക്കെന്താ, കൃത്യസമയത്ത് ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, വസ്ത്രമുണ്ട്. പാവം, ഈ കുടുംബം തകർക്കാൻ വേണ്ടി കൊറേ അധ്വാനിച്ചതല്ലേ. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്നേ. എന്നാലും ഹരീന്ദ്രനും ടീമും അങ്ങ് എത്തുന്നതിന് മുൻപ് CKC പവിത്രനെ അവിടുന്ന് മാറ്റിക്കളഞ്ഞല്ലോ. വീട്ടിലേക്ക് ആള് ചെല്ലുന്ന വിവരം അയാൾ എങ്ങനെ അഡ്വാൻസ് ആയിട്ട് അറിഞ്ഞു? ഒരു പക്ഷെ അങ്ങനെ ഒരാള് ആ വീട്ടിലില്ലായിരുന്നെങ്കിലോ? അങ്ങനെയും ചിന്തിച്ചൂടെ? ഒരിക്കലുമല്ല. പവിത്രനെ മുറിയിലിട്ട് പൂട്ടിയിരിക്കുകയാണെന്ന് CKC ആരോടോ പറയുന്നത് നമ്മൾ കേട്ടതല്ലേ. അയാള് പവിത്രനെ മാറ്റിയതാ, അത് ഉറപ്പാ. എങ്ങോട്ട് മാറ്റിയെന്ന്? അവനെ കണ്ടുപിടിക്കാതെ ഒരു കാര്യവും നടക്കില്ല. ഇനി അവനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നിധി? ഒരു മാനിനെ പുലി ഓടിച്ചാൽ മാൻ അതുവരെ ഇല്ലാത്ത വേഗത്തിൽ ഓടും. ആ ഓട്ടത്തിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. കാരണം നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവനായിരിക്കും. പക്ഷേ പുലിയുടെ കാര്യം അങ്ങനെയല്ല. വീഴ്ച വരുത്താം, ക്ഷീണം വന്നാൽ വിശ്രമിക്കാം, ഓട്ടത്തിന്റെ വേഗതയും കുറയ്ക്കാം. കാരണം പുലിക്ക് നഷ്ടപ്പെടുന്നത് കേവലം ഒരു ഇര മാത്രമാണ്. CKCയുടെ മുൻപിൽ നമ്മൾ വെറും മാൻകുട്ടികളായിരിക്കാം. പക്ഷെ പരമാവധി വേഗത്തിൽ ഓടിയേ പറ്റൂ. രക്ഷിക്കാനുള്ളത് പ്രണവിന്റെ ജീവനാണ്, ഗൗതമിന്റെ ജീവിതമാണ്. ഓടും, പരമാവധി വേഗത്തിൽ തന്നെ നമ്മൾ ഓടും. നടന്നതൊക്കെ വല്ലാതെ കണക്റ്റഡ് ആണല്ലോ ശിവാനി. എന്താ ആന്റി? നിന്റെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ നിന്നെ വിളിക്കുന്നു. ഒരിക്കലും നിന്റെയോ നിന്റെ അമ്മയുടെ സന്തോഷം പോലും ആഗ്രഹിക്കാത്ത ആ മനുഷ്യൻ ഒരു അസുഖ വിവരം വിളിച്ച് അറിയിക്കുന്നു എന്നിടത്ത് തുടങ്ങുന്നു ആദ്യത്തെ അസ്വാഭാവികത. ആ ഒരു ആശങ്ക നിനക്കും തോന്നി. നീ തിരികെ വിളിച്ചു. പക്ഷെ അറ്റൻഡ് ചെയ്തത് നിന്റെ അച്ഛൻ തന്നെയാണ്. ബ്രില്യന്റ്. നിന്റെ ആ വിളി അത് നിന്റെ അച്ഛൻ പ്രതീക്ഷിച്ചു. നീ ആവർത്തിച്ച് വിളിക്കുന്ന അറിയാവുന്നതിനാൽ നിന്റെ അമ്മയുടെ ഫോൺ സൈലന്റ് ആക്കി ഒളിപ്പിച്ചു വെക്കാനും നിന്റെ അച്ഛൻ മറന്നില്ല. പക്ഷേ അമ്മയ്ക്ക് ഗുരുതരമായി എന്തോ കുഴപ്പമുണ്ടെന്ന് ചിന്തിച്ച് ഓടിപ്പടച്ച് വീട്ടിലെത്തിയ നീ അച്ഛൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് നീ നിന്റെ അമ്മയും ചേർന്ന് പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തപ്പോ എല്ലാം വെറുതെ ചെയ്തതാണെന്ന് നിസ്സാരവൽക്കരിച്ചു. ഫോൺ സൈലന്റ് ആക്കി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞു തന്നു. അതിന്റെ അർത്ഥം എന്താ? ആ സമയമായപ്പോഴേക്കും പുള്ളി ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞിരുന്നു എന്നല്ലേ? ഉദ്ദേശിച്ച കാര്യോ? എന്ത് കാര്യം? ഇൻകം ടാക്സ് റെയ്ഡ്. റെയ്ഡോ? അതെ, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയതിന്റെ തൊട്ടു പിന്നാലെ ഇവിടെ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വന്നിരുന്നു. സർവ്വ സ്ഥലങ്ങളും പരിശോധിച്ചു. അപ്പോ ആ സമയത്ത് നിന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയല്ലേ നിന്റെ അച്ഛൻ ആ പണി ചെയ്തത്? ആന്റി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഇൻകം ടാക്സ് ഓഫീസർ അച്ഛനും തമ്മിൽ എന്താ ബന്ധം? അങ്ങേര് ജോലി ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിയിലെ ഓഫീസേഴ്സിനെ പോലും നേരെ ചൊവ്വേ അറിയില്ല. ഇവിടെ റെയ്ഡ് എന്ന് പറഞ്ഞ് വന്നു കയറിയത് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ആണെങ്കിലല്ലേ നിന്റെ അച്ഛൻ അറിയാതിരിക്കാൻ പറ്റൂ?
അപ്പൊ അവർ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അല്ലായിരുന്നോ? അല്ലായിരുന്നു. പിന്നാരത്? അവര് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അല്ല എന്നുള്ള കാര്യം അവര് പോയി കഴിഞ്ഞതിന് ശേഷമാ മനസ്സിലായത്.